ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് വിബ്ഡ് ചെയിൻ സ്റ്റിച്ച് ആയിരുന്നു. നമ്മൾ ഇതുവരെ ഒരു 12ഓളം സ്റ്റിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതും അതേപോലെ മോട്ടിഫിൽ ചെയ്തെടുത്തിട്ടുള്ളതും അല്ലെ. 12 ബേസിക് സ്റ്റിച്ചുകളാണ് നമ്മൾ ചെയ്ത് പഠിച്ചത്. നമ്മൾ ഈ സ്റ്റിച്ചുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ മോട്ടിഫും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് റെക്കോർഡിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് വെച്ചിട്ടുള്ള മോട്ടിഫുകളെല്ലാം 4 സൈഡ് സ്റ്റിച്ചൊക്കെ ചെയ്ത് അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കുക. A4 ഷീറ്റിലേക്ക് ഒട്ടിച്ച് വെച്ചവരുണ്ടെങ്കിൽ ഓക്കെ, നല്ലതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റിൽ എങ്ങനെ വെക്കണം, അത് ഏത് രീതിയിൽ നമുക്കൊരു റെക്കോർഡ് ബുക്ക് പോലെ മാറ്റിയെടുക്കാന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള മോട്ടിഫുകളൊക്കെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് 4 സൈഡിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ ഏത് സ്റ്റിച്ചാണെന്ന് എഴുതി വെക്കാത്തത് കൊണ്ട് ഒരു നോട്ടിൽ നിങ്ങൾ അത് എഴുതി വെക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി. അപ്പം ഇതേപോലെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്ത സ്റ്റിച്ച് ഏതാണോ അത് ഞാൻ നമ്പർ ഇട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഏത് സ്റ്റിച്ചാണ്. ഇപ്പൊ ഒന്നാമത്തെ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച്, രണ്ടാമത്തേതാണെങ്കിൽ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്, അങ്ങനെ നമുക്ക് ഓരോ സ്റ്റിച്ചും ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു നോട്ടിൽ ഞാനത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട് പാഡിലോ നിങ്ങളിതൊന്ന് എഴുതി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കൗച്ചിങ് സ്റ്റിച്ച് ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്പർ ഇവിടെ എഴുതിയിട്ട് കൗച്ചിങ് സ്റ്റിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതി വെക്കാം. അതിനുശേഷം നിങ്ങൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്കൊരു ഓർമ്മയിൽ ഉണ്ടാവും നമ്മൾ ഏത് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പറ്റും. തുടക്കത്തിലൊക്കെ ചെയ്യുന്ന ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് കാണുമ്പോൾ ഇത് ഏതായിരുന്നു സ്റ്റിച്ച് എന്ന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതേപോലെ ഓരോ സ്റ്റിച്ചിന്റെയും ഓരോരോ പ്രത്യേകതകൾ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ റണ്ണിങ് സ്റ്റിച്ച് എന്തിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചുകളാണ്, എങ്ങനെ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചുകളാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ആ സ്റ്റിച്ചിനെ കുറിച്ചിട്ട് എഴുതുന്ന സമയത്ത് ആ സ്റ്റിച്ചിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതും കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെയുള്ള ബേസിക് ആയിട്ട് വരുന്ന സ്റ്റിച്ചുകളെല്ലാം കൂടുതലായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കാനൊക്കെയാണ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുവിധ എല്ലാ സ്റ്റിച്ചുകളും ഔട്ട്ലൈൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചുകളാണ്. അപ്പം ഓരോ സ്റ്റിച്ചിനും ഓരോരോ പ്രത്യേകതകൾ ഉണ്ടാവും. നമ്മൾ കൂടുതലായിട്ടും ഏത് രീതിയിലാണ് നമ്മൾ ആ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഉപകാരമുള്ള കാര്യമാണ്. അപ്പം അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കളറാണ് ത്രെഡ് യൂസ് ചെയ്യുക. അപ്പൊ 2 കളർ ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോൺട്രാസ്റ്റ് കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ ഉള്ളൂ നമുക്ക് 2 കളറും നന്നായിട്ട് കാണാനും പറ്റണം. നമ്മൾ ചെയ്യുന്ന ഒരു മോട്ടിഫിനാണെങ്കിലും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവലൊക്കെ ഈ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. ഒരേപോലെയുള്ള കളർ യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു ഡിഫറൻറ്റ് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ ലൈൻ വരച്ചു കൊടുക്കാം. കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളർ ത്രെഡ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് 6 ലെയർ ആട്ടോ നമ്മൾ ത്രെഡ് എടുക്കേണ്ടത്. ഞാൻ സ്റ്റിച്ച് ബോർഡിൽ ഞാൻ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ നോട്ടിൽ നമുക്ക് അതേപോലെ നമുക്ക് എഴുതി വെക്കാം ഏതാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് നമുക്ക് എഴുതി വെക്കാം കേട്ടോ. കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ലെയർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വരച്ച വരയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സൂചി ജസ്റ്റ് ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കാം. അതിനുശേഷം കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എവിടെ വരെയാണോ വേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ വരച്ചതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ് ബോർഡിൽ ലൈൻ വരച്ചതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ എൻഡ് ചെയ്യുന്ന ഭാഗം. അപ്പൊ ആ ഭാഗത്തേക്ക് സൂചി കുത്തി ഇറക്കുക കേട്ടോ ചെയ്യുന്ന. ഈ ഒരു രീതിയിൽ നമ്മൾ സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് വേണമെങ്കിൽ 2 സൂചി യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം വേറൊരു കളറ് ത്രെഡ് സൂചിയിൽ കോർത്തെടുക്കാം. അപ്പം വേറൊരു കളറ് ത്രെഡ് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൂചി ഉപയോഗിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സൂചി തന്നെ നമുക്ക് ഈ ത്രെഡിൽ നിന്ന് ഊരിയെടുത്താൽ മതി കേട്ടോ. ഇത് നമ്മളിവിടെ കെട്ടിടുന്നില്ലാന്നേ ഉള്ളൂ. നമുക്ക് ഈ സൂചി ഇതിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേറൊരു കളർ ത്രെഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സെയിം സൂചിയിൽ തന്നെ ചെയ്യാം. ഞാനിതിവിടെ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 3 ലെയറാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ത്രെഡ്. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡാണ്. സ്റ്റിച്ചിങ് ത്രെഡ് നമുക്ക് 3 ലെയറിലാണ് എടുക്കുന്നത്. നമ്മുടെ മെയിൻ ത്രെഡ് വരുന്നത് 6 ലെയറിലാണ്. നമ്മൾ ഈ ഒരു മെയിൻ ത്രെഡിനെ ഈ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്റ്റിച്ച് ബോർഡിൽ അതായത് ക്ലോത്തിൽ നമ്മൾ കൗച്ച് ചെയ്ത് സെക്യൂർഡ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ചിന്റെ മെത്തേഡ് വരുന്നത്. അപ്പൊ നമുക്കിതൊരു നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ ഒരു 6 ലെയറിനെ നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓരോരോ സ്റ്റിച്ചും ചെയ്യാം.
അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു 3 ലെയർ വരുന്ന നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡിനെ സൂചി കോർത്തിട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വരിക. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു തവണയും കൂടി ഈ 6 ത്രെഡും നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വലിയ ഗ്യാപ്പ് ഒന്നും, അതായത് കുറച്ച് ഇപ്പുറത്തേക്കോ അങ്ങനെയൊന്നും കുത്തി കൊടുക്കരുത്. നമുക്ക് ഈ ഒരു ത്രെഡിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളിത് കൗച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ്, ഈ സെയിം ഗ്യാപ്പ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് ഇതേപോലെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മെയിൻ ത്രെഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ കൗച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്ത് ചെയ്യുന്ന സമയത്തും ഈ ത്രെഡ് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് കൗച്ച് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ചെയ്യുന്ന സമയത്ത് സെയിം ഡിസ്റ്റൻസ് വെച്ച് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ആ മെയിൻ ത്രെഡിനെ സ്റ്റിച്ചിങ് ത്രെഡ് കൊണ്ട് ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് പോലെ കേട്ടോ വരുന്നത്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. നമുക്ക് ഈ ഒരു ത്രെഡ് നമ്മൾ കൗച്ച് ചെയ്ത് കൊടുത്ത ത്രെഡും നമ്മുടെ മെയിൻ ത്രെഡും കൂടി ഒന്ന് കെട്ടിയിട്ട് നമുക്കത് എൻഡ് നോട്ട് ആക്കിയിട്ട് ആ ഒരു സ്റ്റിച്ച് നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഇവിടെ ഫിനിഷ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് വരുന്നത്. കണ്ടില്ലേ, ഒരേ ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മളിത് കൗച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ ത്രെഡ് എടുത്തത് 6 ലെയറിലും നമ്മൾ സ്റ്റിച്ചിങ് ത്രെഡ് എടുത്തിട്ടുള്ളത് 3 ലെയറിലാണ്. കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കളർ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മോട്ടിഫ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കൗച്ചിങ് സ്റ്റിച്ചിന്റെ മോട്ടിഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിക്ചറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഞാൻ വരച്ചത്. ഈ ഒരു പിക്ചറിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിൻ ത്രെഡ് 6 ലെയേഴ്സിന്റെ മെയിൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വേറൊരു സൂചിയിൽ ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡ് 3 ലെയർ അതും കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അതേപോലെ തന്നെ നമ്മൾ സൂചി കുത്തി എടുക്കുന്ന ഈ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മൾ ഈ സൂചി കുത്തി ഇറക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു മെയിൻ ആയിട്ട് വരുന്ന ഈ ത്രെഡ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഈ ഒരു രീതിയിൽ വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് സൂചി കുത്തി ഇറക്കുക. ഈ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മൾ സൂചി കുത്തി ഇറക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഇങ്ങനെ ചെയ്യേണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ത്രെഡ് ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു പിക്ചറിന് കണക്കാക്കിയിട്ട്, അതായത് ഈ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിൽ ഈ ഒരു ലൈനിന് കണക്കായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ത്രെഡ് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഈ കൗച്ചിങ് കംപ്ലീറ്റ് ആക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ ഈ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ ഇത് കുത്തി ഇറക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ട് കൗച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റിച്ച് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് ഫാബ്രിക് അതേപോലെയുള്ള കുറച്ച് സിൽക്കി ആയിട്ടുള്ള ക്ലോത്തുകളിലൊക്കെ ഇങ്ങനെ പിക്ചർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ക്ലോത്തുകളിൽ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറീസ് ഒക്കെ കൂടുതലായിട്ടും ചെയ്തു കൊടുക്കുക. അതായത് നമുക്ക് ഒരു നമ്മൾ പറയില്ലേ ഭയങ്കര വരയ്ക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റാത്തത് ആ ഒരു രീതിയിലുള്ള ഫാബ്രിക്കുകൾ ഉണ്ടല്ലോ, സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കുകൾ, നെറ്റ് ഫാബ്രിക്കുകൾ, നമുക്ക് പിക്ചേഴ്സ് ഒന്നും വരയ്ക്കാൻ പറ്റാത്ത ഫാബ്രിക്, അതിലൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എംബ്രോയിഡറീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മെത്തേഡ് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ സൂചി ഒരു തവണ കുത്തി മുകളിലേക്ക് എടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ച് നമ്മൾ സെയിം ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് നമ്മുടെ ഈ ഒരു 6 സ്ട്രാൻഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ
കംപ്ലീറ്റ് ആക്കി എടുക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ത്രെഡ് അതിനനുസരിച്ചിട്ട് നമ്മുടെ എന്താണോ പിക്ചർ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ത്രെഡ് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ മെയിൻ ത്രെഡ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പിക്ചർ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ മെയിൻ ത്രെഡ് നമ്മുടെ ഒരു ഇത്തിരി ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അധികം അടുത്തടുത്ത് ചെയ്യരുത് കേട്ടോ. കൗച്ചിങ് കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. ഇനി അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ത്രെഡ് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ കുത്തി ഇറക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്ക് കൗച്ച് ചെയ്തെടുത്താലും മതി. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, മെയിൻ ത്രെഡ്, നമുക്ക് ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ചുളിവുകളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇതൊന്ന് വലിച്ച് അത് നീറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു മെയിൻ ത്രെഡ് സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് കെട്ടിടുന്ന ഭാഗത്തും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു മെയിൻ ത്രെഡ് നമ്മുടെ മെറ്റീരിയൽ ആയിട്ടൊരു ടച്ച് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും ചുളിവുകളോ കാര്യങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ത്രെഡ് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സൂചി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ നമ്മൾ കുത്തി ഇറക്കുക കേട്ടോ. അവിടെയും കൂടി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. നമുക്കിതിൻ്റെ സൂചി മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് നിർത്താം കേട്ടോ. നമ്മുടെ മെയിൻ ത്രെഡ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത്, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേ ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ, സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും മാത്രമേ നമുക്ക് ഈ ഒരു മെയിൻ ത്രെഡ് കാണുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡാണ് നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ കാണുന്നത്. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമുക്ക് 2 ത്രെഡ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഈ ബാക്കി ഭാഗം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റെം ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ടിങ് ഇങ്ങനെയാണെങ്കിലും എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് ഇവിടെ സൂചി കുത്തി ഇറക്കാം. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ത്രെഡ് പിടിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
ഈ ഒരു ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് സൂചി കുത്തി എടുത്തിട്ട് ഇവിടെ കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫ്രീ ആക്കി വയ്ക്കാതെ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഞാൻ സൂചി കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇത് കൗച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ മോട്ടീഫ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റെം സ്റ്റിച്ച് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള കൗച്ചിങ് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ മെയിൻ ത്രെഡ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും മാത്രമേ കാണുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡാണ്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ മോട്ടീഫ് വരുന്നത്. ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ചെയ്തിട്ടുള്ള മോട്ടീഫ് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത്. എൻ്റെ മോട്ടീഫിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ചെയ്ത മോട്ടീഫ് ഇതായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തെടുക്കുക. ഇതുപോലുള്ള മോട്ടീഫുകളും കാര്യങ്ങളും ചെയ്ത് വയ്ക്കുക, റെക്കോർഡിലേക്കാക്കി മാറ്റുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയാം, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള മോട്ടീഫ് ഇതാണ്. നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് അയൺ ചെയ്ത് 4 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിത് റെക്കോർഡിലേക്ക് സൂക്ഷിച്ച് വെക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും സ്റ്റിച്ചിനെ കുറിച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു സ്റ്റിച്ചും അത് മോട്ടിഫിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.